ആ ഒരു പോക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ വിളിച്ച് ഞാൻ ഇങ്ങനെല്ലാം ആണെങ്കിലും ഞാനും പോകുന്നില്ലേ സ്കൂളിൽ പോകുമ്പോൾ എപ്പോൾ അരക്ക് തോർത്താണ്. കാരണം എന്തെങ്കിലും സ്കൂൾ വീട്ടിൽ കുളിച്ചിട്ടല്ല നമ്മൾ നീന്തൽ നമ്മൾ വന്ന് പഠിച്ചിരുന്നു. ഇതൊന്നും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഉപ്പയും ഉമ്മയൊന്നും അറിയില്ല. ഞങ്ങൾ ഉഷാറായിരുന്നു, കുളിച്ച് നല്ല മുടിയെല്ലാം ചീന്തി നല്ല സുന്ദര കുട്ടപ്പനായില്ല. വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയണ്ടോ ഇന്ന് മണ്ണിലൊന്നും കളിച്ചിട്ടില്ലല്ലോ, നല്ല വൃത്തിയുണ്ടല്ലോ എന്ന് പറയും. നമുക്ക് രാത്രി ഓട്ടാത്തി തിരിഞ്ഞിട്ട് വരുന്നത് ആങ്ങാനെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഉണ്ട് എൻ്റെ അച്ഛൻ നമ്മളെ ചൂരലെടുത്തിട്ട് ഇങ്ങനെ കുറച്ചല് പോകുമ്പോൾ തന്നെ എന്തോ ഉണ്ടല്ലോ, ഞാൻ അമ്മയോടുള്ള എന്തോ ഇതായിരിക്കും, നമ്മളോടൊന്നും കളിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം അങ്ങനെ ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അച്ഛൻ ചോദിക്കുക ഇനി ആ കുളത്ത് പോയി കുളിച്ചടാ. ഞാനും വിട്ടുകൊടുത്തില്ല. ഞാൻ നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ കാണാത്ത അപ്പാട് നിങ്ങൾ അപ്പാട് ചോദിക്കുക വിട്ടുകൊടുക്കുമ്പോൾ അച്ഛനല്ലേ അമ്പടിയെടുത്ത് നടുപ്പുറത്ത് 4 അടി. ഞാൻ ഇങ്ങനെ അടി ഇങ്ങനെ കൊണ്ടിട്ട് പൊളഞ്ഞ് ചെന്നിട്ട് കാണാണ്ട് അടിക്കുന്ന നമ്മൾ വരട്ടെ ചോദ്യം. എൻ്റെ അച്ഛൻ പറഞ്ഞ മറുപടി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണണമെന്നില്ല. നീ കുളിച്ചു എന്ന് എന്നോട് അന്തുവാജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്തുവാജിയാണ് വിശ്വാസം. എൻ്റെ കൂട്ടുകാരൻ കുഞ്ഞിരാമൻ നീ കുളത്തിൽ പോയി കുളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞിരാമനാണ് വിശ്വാസം. പിന്നെയും കിട്ടി 3. നിങ്ങളെ പിറ്റേന്ന് ഞാൻ കുളിക്കാൻ പോയില്ല എന്നാ പിറ്റേന്ന് കുളിച്ചിട്ടാണ് പിന്നെയും പോയി. പക്ഷെ ആദ്യം അന്തുവാജി അവിടെ ഉണ്ടോ നോക്കി, ഇങ്ങനെ അവനടയാളുണ്ടോ നോക്കി. ഒരു 2 ആളും ഇല്ലാന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാണ്ട് നമ്മള് കുളിയൊന്നും നിർത്തിയിട്ടൊന്നുമില്ല. അപ്പൊ ഈ ഒരു ആവേശം, ഈ ഒരു എൻ്റെ അച്ഛൻ പൊട്ടനല്ലാണ്ട് അന്നാലും അമ്മ പൊട്ടത്തെയാണ്. കാരണം അമ്മക്ക് ഇതുവരെ തിരിക്കാൻ കുളിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു അച്ഛൻ്റെ ആ ഒരു സ്വഭാവത്തിന്റെ ഗുണം കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. അതിന് രണ്ടാമത്തെ ഒരു ഉദാഹരണം പറയാം. എൻ്റെ അച്ഛൻ കളിക്കുവാൻ കൊണ്ടാന്ന് പറയില്ല, കളിക്കുവാനെല്ലാം വിളിക്കാനായി. പക്ഷെ സന്ധ്യക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ വരണം വീട്ടിൽ. അതാണ് കണ്ടീഷൻ. ബാങ്ക് കൊടുക്കുമ്പോൾ എത്തണം. ഞേടാ പോയി എൻ്റെ അച്ഛൻ ലങ്കീഷെ കുങ്കുഷെ കുങ്കുടു കുക്കുരു എന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എന്നെ വിളിച്ച ഏറ്റവും നല്ല വാക്ക് എന്താണ് നിങ്ങൾ അത് നിങ്ങൾ കേട്ടാൽ ചിരിച്ചുമായിരിക്കും. എൻ്റെ അച്ഛൻ എന്നെ വിളിച്ച ഏറ്റവും നല്ല വാക്ക് പെറുക്കിയില്ല. പെറുക്കി തന്നെ വിളിക്കില്ലേ നമ്മൾ ചിലപ്പോ അതല്ലേ വിളിച്ചിട്ടുള്ളൂ, മറ്റേതൊന്നും വിളിച്ചിട്ടില്ല എന്നുള്ളൊരു നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിലിറങ്ങിയപ്പോ പോലീസിലൊക്കെ വാങ്ങിയായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നത് അതിലും കൊണ്ടേക്കാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയാ പെറുക്കി ഞേടെ പോയി കളിച്ചാലും സാരമില്ല, സന്ധ്യക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്കണം. പലപ്പോഴും നമുക്ക് ബാങ്ക് കൊടുക്കാൻ എത്തില്ല. എന്നാലും നമ്മൾ എങ്ങനെയല്ലോ വന്നിട്ട് വിളക്കിന്റെ കുപ്പി തുറക്കേണ്ടതുമ്പോഴാകും. എൻ്റെ വീട്ടിലത് കറണ്ടൊന്നുമില്ല, പോനാൽ മാത്രം നല്ലൊരു വിളക്ക്, അകത്ത് മേലെ പൂപോലുള്ളൊരു വിളക്ക്, അടുക്കളയിൽ ഒരു മണ്ണെണ്ണ ഒരു കുപ്പി പാതിട്ട് ഒരു വന്തം പോയിട്ടിരുന്നതാണ്. ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലെ സിസ്റ്റം. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇതെല്ലാം വിളക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ എവിടെയോ കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളക്കം തുറച്ചില്ല, ജപിക്കും കൊണ്ട് എത്തിയില്ല, പാങ്ങോട്ട് ഞാൻ കേട്ടുമില്ല എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ വണ്ണാറക്കാലം വരുന്നു വീടെന്ന് പറയുമ്പോൾ ഞാൻ അപ്പുറത്തെ പറമ്പ് കൂടി ഓടി കാലും മുഖമൊന്നും കഴിക്കാതെ പെട്ടെന്ന് വിളക്കിന്റെ കുത്തി എടുത്തിട്ട് ഒരു ഒറ്റ തുടക്കൽ. കാരണം ആദ്യം ഇതാണല്ലോ നോക്കുക. പെട്ടെന്ന് അച്ഛനിങ്ങനെ കയറി വന്നപ്പോ എന്റെ ശ്രദ്ധ എന്ന് പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നും കുറച്ചപ്പോ വിളക്ക് കുപ്പി പൊട്ടിയിട്ട് കൈവള പോലെ എന്റെ അച്ഛൻ വരുമ്പോൾ വിളക്ക് എന്റെ കയ്യിലുള്ളിൽ ഇങ്ങനെ തിരിയാണ്. അച്ഛൻ ഉടനെ ആ തറയത്തിൽ നിന്ന് ഒരു ചൂരലെടുത്തിട്ടില്ലേ അടി എന്നെ ഇങ്ങനെ അടിക്കുന്നു നോക്കുമ്പോ എന്റെ അമ്മ എടുത്തതെന്നറിയില്ല, വളച്ചോലെ പോലെ ഓടി വന്നിട്ട് പറഞ്ഞ് വിളക്കിന്റെ കുപ്പി പൊട്ടിയിട്ട് ഈറ്റകൾ അടിച്ചിട്ട് എന്ത് കാര്യമാണ്, പൊട്ടിയില്ലേ വിളക്കിന്റെ കുപ്പി, പിന്നെ നിങ്ങൾ അമ്മ ഇങ്ങനെ അടിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ വടിയാർത്തന്നെ ഉണ്ടാക്കി. അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മനസ്സിൽ തോന്നിയ വികാരം ഞാൻ കൊണ്ട് പറയട്ടെ, പൊട്ടി എന്റെ കൈ കൊണ്ട് ആ പൊട്ടിയത് ഇതുവരെ ആ പൊട്ടത്തിൽ തിരിച്ചിരിക്കുക. മിസ്റ്റേക്ക് ആയിരുന്നു നമുക്കറിയാൻ ആരുടെ കയ്യിൽ ആ പൊട്ടിപ്പോയി. അതുകൊണ്ട് അമ്മ പൊട്ടച്ചാണ് അച്ഛൻ പണ്ടേ മരപ്പൊട്ട, കാരണം അച്ഛനും തിരിച്ചിട്ടില്ല. അമ്മ രാജാവ് ചൊട്ടയിലെ ശീലം. പക്ഷേ ആ അധികം എൻ്റെ അച്ഛന്റെ രാജാവ് അച്ഛനാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പിറ്റേന്ന് ആകെ 24 മണിക്കൂർ തന്നെ തിരക്കി. പിറ്റേന്ന് അച്ഛൻ വൈകുന്നേരം 2 പൊതിയും കൊണ്ടുവരുക. അങ്ങനെ ഒരു പെങ്ങളെയും കൂടി ഇങ്ങനെ വിളിച്ചോടി. അദ്ദേഹം എന്തോ 2 പഴംപൊരിയോ അങ്ങനെ അച്ഛൻ ഇരുത്തിമേൽ വെച്ചിട്ട് എന്നെ വിളിച്ചപ്പോ ഞാൻ എൻ്റെ പെങ്ങളെയും കൊണ്ട് ഓടി. ഞാൻ അത് എനിക്ക് ഇതിനിക്ക് അങ്ങനെ ഇങ്ങനെ പെങ്ങളേറ്റ് അടികൂടിയില്ലേ. അപ്പോൾ ഇങ്ങനെ ഞാൻ അത് പറ്റൂല, ഇങ്ങനെ തന്നെ ഇറക്കം വളർന്നു അടികൂടി ചെന്ന് നോക്കുമ്പോ അവിടെ എന്തോ അച്ഛൻ ഇതിന് പൊളിച്ച് നോക്കുമ്പോ 2 വിളക്കിന്റെ കുത്തി നല്ല ചെന്തിനാ നമ്മളെന്തിനാ വിളകളെ ഞാൻ കഴിക്കും.
എന്റെ അച്ഛൻ പറഞ്ഞു, നിന്റെ അമ്മ പറഞ്ഞിട്ടില്ല, പൊട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പൊട്ടാത്ത പണത്തിന് ഇത് പൊട്ടൽ. രണ്ടടിയും കൂടി കിട്ടിയതിന്റെ എനിക്ക് മനസ്സിലായി അച്ഛൻ പൊട്ടനല്ല, അച്ഛൻ ആരാ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ആരാ പൊട്ടത്തിൽ ഇതുവരെ ഇതൊന്നും മനസ്സിലാക്കാത്ത. അതുകൊണ്ട് നമ്മളെക്കാൾ ബുദ്ധിയുള്ള അച്ഛൻ നമ്മളെ നിയന്ത്രിച്ചത് കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എന്റെ മക്കൾക്ക് ഇതേപോലെ കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ എന്റെ അച്ഛൻ എന്റെ അച്ഛന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ അച്ഛൻ എന്നെ പോയിട്ടതല്ലേ ശരിയായിരുന്നു. അച്ഛനിപ്പം പൊലിസിനും മറ്റേലും വിളിച്ചോണ്ട് എനിക്ക് എന്ത് തന്നുള്ളത്. ഇപ്പൊ പോലീസിന് പോയോണ്ട് എനിക്ക് ഈ പോലീസിന് എന്തെങ്കിലും സമരം ചെയ്തില്ല. പോലീസിന് സമരം നല്ല തുകല്ലേ, പോലീസ് എല്ലാം എന്നാലും ചില നല്ല വിളിച്ചില്ല. ഞാൻ ഇതെല്ലാം സമരക്കാർ റോഡിന്റെ ഓട്ടമുള്ള പോലീസുകാർക്ക് വിളിക്കുക. ഞാനും അംശം ഇങ്ങനെ നിൽക്കുമ്പോ നമ്മളെ വിളിക്കുന്നു, നമ്മളെ ഉണ്ടാക്കിയില്ല. ഞാൻ ഈ സമരക്കാർ നോക്കിയിട്ട് ജീവിക്കുമ്പോ അംശം എനിക്ക് പണ്ടേ ഉടുപ്പില്ല, കേട്ട് നിൽക്കുക. ഞാൻ അംശോട് പറഞ്ഞു, മോനെ കല്ലായി ഇതെല്ലാം തെറിയാണ്, തെറി കേൾക്കണം എന്റെ അച്ഛന്റെ മുന്നിൽ പോണെങ്കിൽ അച്ഛന്റെ തെറിന്റെ 7 അയലത്ത് ഈ സമരക്കാരന്റെ തെറി എനിക്ക് ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ അച്ഛന്റെ വില മനസ്സിലായത്. ശരിയായില്ലേ? നമ്മൾ കേട്ടും കൊണ്ടും ശീലിച്ചത്. ഇപ്പൊ അടി 2 വർഷം മാസം അടിച്ച പോലെ ആരടിച്ച് എന്തിനല്ലോ അടിച്ചിരുന്നു. എനിക്ക് ഇതുവരെ തിരിഞ്ഞില്ല. കൃഷ്ണമായിട്ട് അരോടി പോകുമ്പോൾ അടിച്ചു ഓരോ വയലുള്ള ദേശം നമ്മളോട് ആലോചിച്ചു. അന്നേരം കൃഷ്ണമായിട്ട് തിരിച്ചു കൊല്ലാനെന്ന് തോന്നി. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ എനിക്ക് അടി കിട്ടുന്നത് ഗുണമെന്നറിയോ, ഓളെ 2 അടിയൊക്കെ കൊന്നത് കൂടില്ല. ഓളടിക്കുമ്പോൾ പോയിട്ടില്ല കൃഷ്ണമായിട്ട് ഏതായി അതിന്റെ അടുത്തൊന്നും അടി ഇത് ആവില്ല, എന്നോട് നോക്കി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ കസേരമലി ഇരിക്കുന്നത്. അപ്പൊ ഇതൊന്നും ഇല്ലാണ്ട് എല്ലാ മക്കളും ദൈവത്തെ പോലെ ഇങ്ങനെ കൊച്ചിട്ടില്ലെങ്കിൽ പ്രയാസത്തെ കുച്ചിയെ പോലെ കൊച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അടിയിലില്ല ഓടി വന്ന് തൂങ്ങിച്ചെത്തറിയല്ല. അത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ തൂങ്ങിച്ചാൽ കേരളത്തിൽ നമ്മുടെ ചൊക്ലി പോലീസ് സ്റ്റേഷൻ അറിയില്ലേ, ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ 7ാം ക്ലാസ്സിലെ ചെക്കനാ കഴിഞ്ഞ 3 ആഴ്ച മുമ്പേ ഫാനിന്റെ മേലെ കെട്ടി തൂക്കി മരിച്ചത്. 7ാം ക്ലാസ്സിലെ ചെക്കൻ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 5ാം ക്ലാസ്സിലെ ചെക്കനാ സൂയിസൈഡ് ചെയ്തത് കണ്ണൂർ ജില്ലയിൽ. എന്തിന്? ആ ചെക്കൻ ആ കടലാസിൽ എഴുതി വെച്ചെന്നാലോ, എന്നെ ടൂറിന് വിടാത്തതിൽ പ്രതിഷേധിച്ച് ഞാൻ മരിക്കുന്നു. 5ാം ക്ലാസ്സിലെ കുട്ടിയെ ടൂറിന് വിടാത്തതിൽ പ്രതിഷേധിച്ച്. എന്റെ 92 വയസ്സുള്ള അമ്മ അന്ന് ജീവിച്ച ജീവിക്ക് കണക്കില്ല. എന്നിട്ട് അമ്മ കുട്ടി മരിക്കുമ്പോൾ ചിരിക്കുക പറഞ്ഞപ്പോ എന്റെ അമ്മ ഞാൻ അതിനല്ല ജീവിച്ചത്, എന്തിനാ ജീവിച്ചത്? അങ്ങനെ ടൂറിന് വിടാതെ മരിക്കുവാണെങ്കിൽ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ എന്റെ അച്ഛനെ പറ്റില്ല ടൂറിന്. ഇനി മരിച്ചിവിടെ ആടി നടക്കണ്ടേ എന്ന് ഞാൻ അന്നേ ആലോചിച്ചു. ശരിയാണല്ലോ, ഞാൻ എന്റെ അച്ഛൻ വിടാൻ ഞാൻ മരിച്ചോ? ഈ വാർത്ത ഞാൻ മാറി കേൾപ്പിച്ചു അല്ലടോ. നീ കണ്ടോ 5ാം ക്ലാസ്സിലെ ടൂറിന് വിടാൻ മരിച്ചെന്ന് ഓള് പറയണേ. എന്നാ മക്കളെ ചോദിച്ച അന്നേരം തന്നെ വിടണം, ഇല്ലെങ്കിൽ അതിന് മരിച്ചാളിന്ന്. എന്നിട്ട് സ്കൂളിൽ പോയിട്ട് ഓള് പറയാം ടൂറൊന്നുമില്ല, ഡിസംബർ കഴിഞ്ഞില്ലേ. അല്ല എപ്പോഴും പോട്ടെ, കാരണം എന്താ പറയുക, നമ്മളെ അച്ഛൻ നമ്മളെ വിട്ടിക്കില്ല. അതുകൊണ്ട് നമ്മളെ മക്കൾ ടൂർ ഇരിക്കണം. നിങ്ങളെ മക്കളെ ടൂറിന് വിട്ടാലും മരിക്കില്ലാന്ന് വിചാരിക്കണ്ട. അവിടെയാ വിഷയം. കുട്ടികൾ എന്തുകൊണ്ട് മരിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് മരിച്ചില്ലെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എന്റെ അമ്മയായിരുന്നു കാരണം. എന്താ പറയുക, അതിനെനിക്ക് ഈ കുടുംബ ബന്ധത്തെ കുറിച്ചിട്ട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രം. കുടുംബത്തിൽ നിങ്ങൾ കുടുംബത്തിലാണ് ജീവിക്കുന്നത്? യെസ് പറഞ്ഞോ? നിങ്ങൾ കുടുംബമൊന്നുമില്ല. നിങ്ങൾ ഇരുത്തോ നോട്ടാലെ കണ്ടായാലും ഇതൊന്നും എന്നോട് കണ്ട ചോദ്യമല്ല, ഇത് നിങ്ങൾ വേറെ പോയി ചോദിക്കേണ്ട ചോദ്യമാണ് നിങ്ങളെ മനസ്സിൽ. എനിക്ക് നിങ്ങളെ ഉത്തരം കിട്ടിയാലേ ഞാൻ മുന്നോട്ട് പോകും. നിങ്ങൾ മനുഷ്യന്മാരാണോ? യെസ് പറഞ്ഞോ? എന്നാ സ്വകാര്യം പോയത് നിങ്ങളെ കണ്ടിട്ട് മനുഷ്യന്മാരെ പോലെ ഇല്ല. നിങ്ങൾ വരാനൊന്നുമില്ല. മനുഷ്യന്മാരാ നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? ഞാൻ ഒറ്റ ഉദാഹരണത്തിലുള്ള മനുഷ്യന്മാരാണെങ്കിൽ കയ്യിൽ തോന്നിച്ചേട്ടെ നിങ്ങൾ ഭയങ്കര മനുഷ്യന്മാരെന്നറിയാം. കൈബന്ധിക്കുന്നപ്പോ ഓരോരുത്തർ പുസ്തകം പൊന്തിച്ചില്ല, സെക്കൻഡ് പൊന്തിച്ചില്ല. ഞാൻ എന്തെന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് എന്തെന്നാ ചെയ്യേണ്ടത് ഒരു വൃത്തമില്ല. വേറെ ചോദ്യം എല്ലാവരും ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എന്നെ പറ്റി കേട്ടോ ഇവിടെ എല്ലാം സംഭവിക്കും. അതിന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ മൊബൈൽ ഫോണിന് അടിമപ്പെടാതിരിക്കാൻ, ഈ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ മനുഷ്യനായ മാത്രമാണ്. അതിന് നിങ്ങൾക്ക് ഇപ്പോ പേടിയില്ലാത്തത്. അതാ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പേടി മക്കളെ കുറിച്ച് പേടിയുണ്ട് നിങ്ങൾക്ക്?
അപ്പൊ 7ാം ക്ലാസ്സിലെ കുട്ടി മരിച്ച്, 5ാം ക്ലാസ്സിലെ കുട്ടി മരിച്ചു. ഇനി ടൂറിനുണ്ടായിട്ട് മരിക്കൂലേ? പിന്നെ മരിച്ച അടുത്ത മരണമാണ് ഏറ്റവും നല്ല പറഞ്ഞ. 6 വയസ്സുള്ള കുട്ടി തൂങ്ങി മരിച്ചു. 6 വയസ്സുള്ള കുട്ടി എന്തിനാ തൂങ്ങി മരിച്ചത്? എല്ലാവരും പറയും നാട്ടുകാർക്ക് തച്ച് കൊന്നിട്ട് കുഴിച്ചിട്ട് കെട്ടി തൂക്കിയാന്ന്. പോലീസ് സൂക്ഷ്മമായ കേസ് പരിശോധിച്ചപ്പോ മനസ്സിലായ കാര്യം എന്താണോ? ആ കുട്ടി കെട്ടി തൂങ്ങി മരിച്ചത് തന്നെയാണ്. ആ മരണത്തിന് ഉത്തരവാദി കുട്ടിയുടെ ഉമ്മയാണ്. അതിനുശേഷം എനിക്ക് പേടിയാണ്. എനിക്ക് മുമ്പ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കൻ. ആ ചെക്കൻ എപ്പാ തൂങ്ങി മരിക്കുന്നില്ല എന്റെ പേടി. കാരണം ഈ സ്വഭാവം എല്ലാം ഐറ്റിയും പല ഉമ്മയും അമ്മയല്ലേ. ഈ കൊറോണയ്ക്ക് ശേഷം മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിലേക്ക് വന്നതോടുകൂടി നമ്മൾ വിചാരിക്കുന്ന കുട്ടികൾ ഈ ഭയങ്കര പഠിപ്പാന്ന. പഠിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു. തെറ്റുപറ്റിയ മനുഷ്യ സമൂഹം അങ്ങനെ ഞാനൊക്കെ. മൊബൈൽ ഫോൺ വേണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വല്ലതും വേണം. പക്ഷേ നമ്മൾ വിശ്വസിച്ച് ഇതങ്ങ് കൊടുത്തു. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ ആരെങ്കിലും ഈ മൊബൈൽ ഫോണിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് കണ്ണിനെ കുറിച്ചും കഞ്ചാവിനെ കുറിച്ചിട്ടും MDMA കുറിച്ചിട്ടല്ലേ ചർച്ച ചെയ്തത്. അവിടെ നമ്മൾ കുറെ തിരുത്തേണ്ടത്. കേരളത്തിൽ 62.5% മനുഷ്യന്മാർക്ക് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ ഫോണിന്റെ ഭ്രാന്താണ്. 62.5 ജില്ലകളല്ല. നിങ്ങൾ 100 കുട്ടികളെടുത്താൽ 62% കുട്ടികൾക്കും ഭ്രാന്താണ്. നിങ്ങളെ ഭ്രാന്ത് സഹിക്കാൻ പറ്റുമോ? രണ്ടാമത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം. കേരളം വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, ശിശുമരണ നിരക്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലൊക്കെ ഗംഭീരമാണ്. എങ്കിലും കേരളത്തില് കൊറോണയ്ക്ക് ശേഷം, കൊറോണയ്ക്ക് മുമ്പ് കേരളം മദ്യപാനത്തിന്റെ കാര്യത്തിൽ, സിഗരറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ 5ാം സ്ഥാനത്തായിരുന്നു. നമുക്ക് മുമ്പേ 5 സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. പക്ഷെ കൊറോണ സമയത്ത് നമ്മളെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി കേരളം മദ്യപാനത്തിന്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്തെത്തി. ഇപ്പോ 2024 നമ്മളാണ് 1ാം സ്ഥാനത്ത് വിട്ടുകൊടുത്തത്. അതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പൊ നിങ്ങളെ മുഖത്തൊരു കുസലില്ല. കാരണം ഞാൻ കുടിക്കാറുള്ള, ഉപ്പാപ്പ പണ്ടേ കുടിച്ചിട്ടുള്ള 2 തറുപാട് അങ്ങനെയാന്ന് പറഞ്ഞ് കുട്ടികളുണ്ട്. നിങ്ങൾ കുടിക്കാറുണ്ടോ? കുടിച്ചില്ല. നിങ്ങൾ ആർക്കോ തെറ്റ് പറ്റിയില്ല. 2023 ഡിസംബർ 31 കണക്ക് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ ഇപ്പം ജനിച്ച കുട്ടി മുതൽ ഇപ്പം മരിക്കുമ്പോൾ നാൾ വരെ ജനസംഖ്യ കൂടും. അപ്പൊ നിങ്ങൾ ഞാനെല്ലാം പെടുമല്ലോ, ഈ ചങ്ങായി പെടുമല്ലോ, ഇല്ലേ? അപ്പൊ നമ്മളെല്ലാം ജനസംഖ്യ പെടും. കേരളത്തിൽ വിറ്റ മദ്യത്തിന്റെ കണക്ക് ഇവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഒരാള് കുടിച്ച മദ്യത്തിന്റെ അളവ് കിട്ടും. കിട്ടണ്ടേ? കിട്ടൂലേ? അപ്പൊ ഇവിടുത്തെ വിറ്റ മദ്യത്തിന് ഇവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോ നമ്മൾ ഓരോ മനുഷ്യന്മാർ 4.75 ലിറ്റർ മദ്യം കുടിക്കുന്നുണ്ട്. അതായത് ഈ കുട്ടിയുടെ വയസ്സൊക്കെയാ 6 വയസ്സുള്ള കുട്ടി 4.75 കുടിക്കുന്നുണ്ട്. കണക്ക് അവൻ കുടിക്കുന്നുണ്ടോ? ഇല്ല. അവൻ കുടിക്കുന്നില്ലെങ്കിൽ 9.5 ലിറ്റർ നിങ്ങൾ കുടിക്കണം. കണക്ക് അങ്ങനെ വരുന്നു. 9.5 നിങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സാറേ നിങ്ങൾ കുടിക്കണം 13.5 ലിറ്റർ. നിങ്ങൾ കുടിക്കുന്നുണ്ടോ? നിങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കുടിക്കണം 17. നിങ്ങൾ 4 കുടിക്കുന്നില്ലെങ്കിൽ അധ്യക്ഷൻ കുടിച്ച് പറ്റിക്കണം. ഇതെല്ലാം ഇവിടെ ആരോ കുടിക്കുന്നുണ്ട്. ഇനി അധ്യക്ഷനും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പണ്ടാരം ഞാൻ കുടിച്ച് പറ്റിക്കണം. മൊത്തം ആരോ കുടിക്കുന്നുണ്ട്. പോട്ടെ, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ കുടിക്കുന്നില്ല എന്ന് ഞാൻ സമ്മതിച്ചു. വേറെ ആരെങ്കിലും കുടിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് വീട്ടിലേക്ക് വീട്ടിലെ വീടോർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? നിനക്ക് എന്റെ വീട് എന്ന് പറയുമ്പോൾ എന്തല്ലോ അവത അങ്ങോട്ടല്ലേ നമ്പർ നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാ? നമ്മളെ ഒരേപോലെ തന്നെ കേട്ടോ. യെസ്, പറ. നിങ്ങൾ വീട്ടിലേക്ക് പോട്ടെ. നിങ്ങളെ വീട്ടിലേക്ക് എന്നൊന്ന് ആലോചിക്കുന്നത് എല്ലാവരും ആരെയും ഞങ്ങൾ ആലോചിച്ചത്? ബാപ്പ, ഉപ്പാപ്പ, ഉമ്മാമ്മ, അമ്മയച്ചെ, എക്സ്ട്രാ അങ്ങനെയല്ലേ പോയത്? ഒരു കുട്ടിയൊന്നുമില്ല. ഇല്ല അല്ലേ? തെറ്റി. കേരളത്തിൽ മദ്യവും സിഗരറ്റും കഞ്ചാവും MDMA ഉപയോഗിക്കുന്ന മനുഷ്യന്മാരുടെ പ്രായത്തിൽ എന്താ? നിങ്ങൾ ഒന്ന് ഗസ് ചെയ്യും സാർ, ഒന്ന് ഗസ് ചെയ്യും. നിങ്ങളെത്ര വിചാരിക്കുന്നത്? 19 ഉണ്ടാവുക? 15. വെരി ഗുഡ്. അല്ല കായ്, എനിക്ക് എത്ര വയസ്സായി? ഓമ്പിയായിട്ടുണ്ടാ മുന്നിൽ ഇരിക്കണ്ടേനും പണ്ടാരം. മനസ്സിലായില്ല? ഉള്ള ചോദ്യം മുഴുവൻ ആളത്തേക്കാണ്. മറ്റോരെല്ലാം തെറ്റി. ഇനി മാത്രമേ ഉള്ളൂ.
എല്ലാ ചോദ്യത്തിനും നേരിടണം. കേരളത്തിന്റെ 2023 ഡിസംബർ 31 കേരള ഗവൺമെന്റ് നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കിൽ നിയമസഭക്കുള്ളിൽ ഒരു ഭരണാധികാരിക്കും കള്ളം പറയാൻ പറ്റൂല. ഇവിടുന്നല്ല എന്ത് വിടലും വിടാം. ആ നിയമസഭക്കുള്ളിൽ കള്ളത്ത് പറയുന്ന അന്നേരം MLA സ്ഥാനം പോകും. അറിയാലോ നിങ്ങൾക്ക്. അവിടെ അവതരിപ്പിച്ച കണക്കിൽ പറയുന്നു, കേരളത്തിൽ മദ്യവും മയക്കുമരുന്നും ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രായം 12 വയസ്സാണ്. 12 നല്ല കൃത്യം 12 കണക്ക് 9 ചങ്ങായി ആയോല്ലോ. നീ ഇപ്പൊ കഴിക്കുന്നേ ഇല്ല. നിന്റെ പാപ്പ ഇവിടെ ഉണ്ടാ നിങ്ങൾക്ക് ഞാൻ പോയപ്പോ മദ്യം കുടിക്കുന്നുണ്ടോ MDMA കഴിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്നോട് എന്താ നോക്കിയേ? അതെ, ശരിക്കും തോന്നുന്നുണ്ടാ നിങ്ങൾ നല്ല മനുഷ്യനാട്ടോ. ശരിക്കും ഒരു മനുഷ്യന് തോന്നുന്നല്ലേ, നീ എപ്പോഴാണ് മൈക്കേണ്ടി ചോദിക്കോളൂ, നീ അടിക്കോ മൈക്കുന്ന എന്റെ കുടുംബം എന്റെ മാനോ ഈ മദ്യത്തിലുള്ള മഹലിലുള്ള ആളല്ല എന്നാ വിചാരിക്കും ഇവരെ കുറിച്ചിട്ട്. ഈ രീതിയിലാണ് നോർമൽ. എന്നിട്ട് നിങ്ങൾ പറയും ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങണ എനിക്ക് ഞാൻ കാണിച്ചത് എന്റെ ആരും കഴിഞ്ഞ കണ്ടോ. പക്ഷെ കാലം മാറി. കേരളത്തിൽ 12 വയസ്സുകാരൻ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്ന് കേരള ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ആ കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് നിങ്ങളൊരു നല്ല ബാപ്പയാകുന്നത്. അല്ലാണ്ട് ഫുട്ബോൾ എന്റെ മുട്ട് കൊത്തും വരുമ്പോഴല്ല നിങ്ങളൊരു നല്ല ബാപ്പയാവുന്നത്. ശരിയാണോ തെറ്റാണോ? തെറ്റുകൾ കാണുമ്പോൾ എന്റെ ബാപ്പ തെറ്റിന്റെ ഭാഗത്ത് നിൽക്കില്ല എന്ന് ചൊട്ടയിലെ ബോധം വേണം. അതല്ലേ പ്രശ്നം. ചെക്കൻ ഇങ്ങനെ പൊന്തുക. പക്ഷെ എന്റെ അച്ഛൻ കണ്ടിട്ടില്ല. എന്റെ അച്ഛന്റെ മുമ്പ് നമ്മൾ അടിച്ചെങ്കിൽ ഓളെ കഥ കഴിഞ്ഞു. അച്ഛൻ ഓടി വന്നിട്ട് ആ ചെക്കനെ പിടിച്ചിട്ട് 4 കൊടുത്തു. അച്ഛൻ പറഞ്ഞു 14 കൊല്ലായി കസേല വിടാം, കണ്ണ് മുഴിച്ച് നോക്കണം നടക്കുമ്പോ. കസേലാറ്റ ഇത് തട്ടിയിട്ട് പിടിക്കില്ല, ഇങ്ങനെ തച്ചു കൊന്നുകളി പറയുമ്പില്ലേ. പിന്നെ ഇന്നൊരു കസേല പിടിക്കില്ല. ചെക്കനെ വിളിക്കുമ്പോ കസേല, ഓഹോ കസേല പൊട്ടെ, മനസ്സിലായില്ലേ? അപ്പൊ ആരാ പഠിപ്പിക്കേണ്ടത്? കസേല തട്ടിയിട്ടാ നീ വീഴുന്നത്, അല്ലാണ്ട് നീ തട്ടിയിട്ടല്ല കസേല വീഴുന്നത്. ഈ ചൊട്ടയിലെ ശീലത്തിൽ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ കുട്ടി എങ്ങനെയാ? അവിടെ കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ തിരുത്താനുള്ള ജാഗ്രതയും ചങ്കൂറ്റും ആർക്കാ വേണ്ടത്? രക്ഷാകർത്താക്കൾ. മറ്റുള്ളവർ നമ്മളെ മക്കളെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ ഒന്ന് കാതോർക്കാൻ ആർക്ക് കഴിയണം? 9ാം ക്ലാസ്സിൽ നിങ്ങൾ 9ാം ക്ലാസ്സിലെ ഈ 9 വയസ്സിലെ കുട്ടി മദ്യപിക്കുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങൾ 9ാം ക്ലാസ്സിലെ കുട്ടി സൂയിസൈഡ് ആത്മഹത്യ ചെയ്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് തന്നെ ഞാൻ നിങ്ങൾ തമ്മിൽ വ്യത്യാസം. കുറ്റാടി ടൗണിൽ വാങ്ങുന്നത് 13 വയസ്സുള്ള സുന്ദരിയായ ഒരു കുട്ടി ടൗണിലൂടെ ഉടുതുണിയില്ലാതെ ഓടുന്നത് ഞാൻ കാണിച്ചു തരാം. കുന്നമംഗലം, കോഴിക്കോട് കുന്നമംഗലത്തേക്ക് പോവാം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഫാനിന്റെ മേലെ കെട്ടിത്തൂക്കി മരിക്കാൻ ശ്രമിച്ച കുട്ടിയെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഭാഗ്യത്തിന് പേര് പൊരിഞ്ഞതായതുകൊണ്ട് കുട്ടി മരിച്ചില്ല. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുന്നുണ്ട്. ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ കൊളവല്ലൂർ എന്ന് പറഞ്ഞൊരു പോലീസ് സ്റ്റേഷനിൽ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷന്റെ ബെഞ്ചിലുള്ള 9ാം ക്ലാസ്സിലെ കുട്ടിയാണ് 4 പേജ് കത്തെഴുതി വെച്ചിട്ട് വിഷം കുടിച്ച് മരിച്ചത് ഒരു 4 ആഴ്ച മുമ്പേ. കോഴിക്കോട് മിംസിൽ ആ കുട്ടി മരിച്ചത്. വൈകുന്ന ഞാൻ ആ ഹോസ്പിറ്റലിലുണ്ട്. ആ കുട്ടി എഴുതിയ 4 പേജ് കത്ത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന സകല ബാപ്പിയും സകല ഉമ്മയും വായിക്കണം. നമ്മുടെ മക്കളൊക്കെ ഇത്രയേറെ വേദന, ഇത്രയൊക്കെ നിസ്സാര കാര്യങ്ങൾ ആ കുട്ടിയുടെ തലച്ചോറിൽ ഇത്ര വലിയ പ്രശ്നങ്ങളാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ മക്കളെ കുറിച്ചിട്ട് നമുക്ക് പേടിയുണ്ടാകും. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും നമ്മളെ 9ാം ക്ലാസ്സിലും നമ്മളെന്താ വിഷയം? ഞാൻ പറയില്ല, നമ്മളെ അഭ്യാസികളാണ്. ഈ മൊബൈൽ ഫോൺ കണ്ടത് എത്രാമത്തെ വയസ്സില? 25ാമത്തെ വയസ്സിൽ. കുട്ടികൾ കണ്ടത് ഇതിന്റെ ഉള്ളിലാണ് ജനിച്ച് വീണത്. സെൽഫിയും കൊണ്ടായിട്ടുള്ള വരുന്നത് എന്ന് വെച്ച് ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. നമ്മള് പല ഉമ്മമാരും പറയുന്നുണ്ട്, എന്റെ കുട്ടി ഒന്നും ചെയ്യൂലപ്പാ, എന്റെ കുട്ടി പ്രണയിക്കൂലപ്പാ, എന്റെ കുട്ടി ഒന്നും ഒരിക്കലും കഞ്ചാവ് വലിക്കൂലപ്പാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു ഉമ്മയുടെയും ഒരു അമ്മയുടെയും മോളെ തന്നെയാണ്. ശരിയാണോ തെറ്റാണോ? അത് നമ്മളെ മക്കൾക്ക് ഈ പൂഴിയോടുള്ള സ്ഥലത്തുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അപകടം ഉണ്ടാവാൻ പാടില്ല. ഇന്നു മുതൽ നിതാന്ത ജാഗ്രതയോടുകൂടി 3 വയസ്സ് മുതൽ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയണം. ഞാൻ എന്റെ മക്കളെ പോയിട്ടുണ്ടെങ്കിലാണ് അറിയുന്നത്. എനിക്കത് എനിക്ക് വേറൊന്നും എനിക്ക് നിങ്ങളോട് പറയില്ല. എന്റെ 7ാം ക്ലാസ്സിലെ മോളെ ഇന്ന് വരെ പോട്ടുന്നതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട്. ഞാനെല്ലാം പലതും പറയും. എന്റെ എല്ലാം കാലത്ത് നമ്മളെ ഇളക്കി വിടുക. നമ്മുടെ കാലത്ത് എന്ത് നമ്മുടെ കാലം ഇക്കാലം നോക്കണ്ട. നമ്മളെ അഭ്യർത്ഥികളാണ്. മറ്റൊരു അതിൽ തന്നെ ജനിച്ചു വിടുവാനാണ്.
ഞാനും 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ രംഗീഷ് എന്ന് പറഞ്ഞൊരു ആൺകുട്ടിയാ. എന്റെ കൂടെ സ്കൂളിൽ ഷൈനി ഉണ്ട്, ഹിന്ദു ഉണ്ട്, ആയിഷ ഉണ്ട്, മുനീറുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാം ഒന്നിച്ചിട്ട് സ്കൂളിൽ പോയത്. നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ? ഓരോ നോക്കിൽ അടിയുണ്ട്, ഉരുണ്ട് വീഴുന്നുണ്ട്, കൊഞ്ഞനം കുത്തുന്നുണ്ട്, ഇതെല്ലാം ഭയങ്കര കാര്യമായിരുന്നു. ഉരുണ്ട് കെട്ടി വീണിട്ടുണ്ട്. പക്ഷെ അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചത് രംഗീഷ് എന്ന് പറയുന്ന ആൺകുട്ടിയും ആയിഷ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഉമ്മക്ക് ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. ശരിയാണോ തെറ്റാണോ? എന്നാൽ കേരളത്തിൽ ഇന്ന് 2024 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയല്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഗർഭിണിയാവാൻ പ്രാപ്തിയുള്ള സ്ത്രീയാ, ഒരു ഗർഭിണിയാവാൻ പ്രാപ്തിയുള്ള, പ്രസവിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഉമ്മയാവാൻ പ്രാപ്തിയുള്ളവളാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? അപ്പൊ 6ാം ക്ലാസ്സിൽ ശാരീരികമായ ഈ മാറ്റങ്ങൾ വന്നു എന്ന് നമ്മൾ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ് എത്ര പ്രായട്ടെ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മളെ 10ാം ക്ലാസ്സിലെ ഗമ്മിക്കും കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. 6ാം ക്ലാസ്സിൽ വരുന്ന ശാരീരിക മാറ്റങ്ങൾ ആ കുട്ടിയോട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എനിക്ക് ഉമ്മമാരോട് ചോദിക്കാനുള്ളത് അറിയോ, നിങ്ങളെ കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കാൻ എന്താ കേരളത്തിൽ ഉമ്മമാർക്ക് കഴിയാതെ പോകുന്നത്? മകൾ ഒളിച്ചോടുമ്പോൾ, 8ാം ക്ലാസ്സിലെ കുട്ടി ലഹരി വസ്തു ഉപയോഗിച്ച് കഞ്ചാവ് അടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ, കുട്ടി MDMA ഉപയോഗിക്കുമ്പോൾ, കുട്ടി ബബിൾഗം തിന്നുമ്പോൾ എന്താ ആ ഉമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു? ബാപ്പ നാട്ടിലില്ലാതെയായിരിക്കാം. അവിടെയാണ് നമ്മൾ കുടുംബത്തെ കുറിച്ച് പഠിക്കേണ്ടത്. ഒരു ഉമ്മയ്ക്ക് അറിയാത്ത ഒരു സംഗതി ലോകത്തില്ല. ഉണ്ടോ? നിങ്ങള് ഉമ്മമാർ പ്രസവിച്ച കാലഘട്ടത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പ്രസവിച്ചില്ല. പ്രസവിക്കുമ്പോ ജീവിതത്തിൽ ആദ്യമായി കുട്ടി കരയുമ്പോൾ ഉമ്മ സന്തോഷിച്ച നിമിഷം പ്രസവിക്കുന്ന നിമിഷമാണ്. ബാക്കി എല്ലായ്പ്പോഴും മക്കൾ കരയുമ്പോൾ ഉമ്മയ്ക്ക് സങ്കടമാണ്. ശരിയാണോ തെറ്റാണോ? അങ്ങനെ കുട്ടി നിലത്ത് പ്രസവിച്ച് വീഴുമ്പോ കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ഉമ്മക്ക് ബേജാറാ. ശരിയല്ലേ? അങ്ങനെ കുട്ടി കരഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ കുട്ടി എന്തിനാണ് കരയുന്നതെന്ന് ഈ ഉമ്മയ്ക്ക് കൃത്യമായി മനസ്സിലായിരുന്നു. കുട്ടി വിശന്നിട്ടാ കരയുന്നതെങ്കിൽ ഉമ്മാമ പറഞ്ഞു വിശന്നിട്ടാ കരയുന്നത്, മുലപ്പാൽ കൊടുക്കണം. അപ്പാടി കുട്ടീനെ എടുത്തിട്ട് ഉമ്മ മുലപ്പാൽ കൊടുത്തില്ലേ? വിശപ്പ് വടക്കിയില്ലേ? രണ്ടാമത് കുട്ടി ബോറടിച്ച് കഴിഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു അതിനടുത്ത് കുലുക്കിക്കളാം. അപ്പോൾ ഉമ്മ എടുത്ത് കുടുകുടുകുടുകുടു കുലുക്കിക്കാണ് ഇട്ട്. കുട്ടി കൊതുകടിച്ച് കയറിയ കരച്ചിലിന്റെ താളം വേറെയായിരുന്നു. അങ്ങനെ കൊതുകടിച്ച് കയറിയപ്പോ നമ്മൾ അതിനെടുത്തിട്ട് നെറ്റിന്റെ ഉള്ളിലേക്ക് ഉണ്ടാക്കി. ശരിയാണോ തെറ്റാണോ? അങ്ങനെ കുട്ടിയുടെ വേദന, കുട്ടിയുടെ കരച്ചിൽ എന്തിനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്ന ഉമ്മയായിരുന്നു ഈ കുട്ടിയുടെ ഉമ്മ. ശരിയാണോ തെറ്റാണോ? അങ്ങനെ കുട്ടി ഇങ്ങനെ കരഞ്ഞ് ഈ ഉമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ച് താരാട്ട് പാടി നമ്മള് എല്ലാ ഖുർആനൊക്കെ ആ കുട്ടിയുടെ ചെവിടിയിൽ കൂതി കൊടുത്തു അല്ലേ? അങ്ങനെ ഇത് കേട്ട് വളർന്ന കുട്ടിയോട് ഉമ്മ പറഞ്ഞു ഉമ്മാന്ന് വിളി, ഞാനാ ഉമ്മ. അങ്ങനെ ഈ കുട്ടി ഈ ഉമ്മേന്റെ മുഖത്ത് നോക്കി ഇത് ഉമ്മ എന്ന് വിളിച്ചത് ഈ ഉമ്മ പഠിപ്പിച്ച വാക്കാണ്. അത് അമ്മ എന്നാ പറഞ്ഞെങ്കിൽ കുട്ടി അമ്മ എന്ന് വിളിക്കും, മമ്മി എന്നാ പറഞ്ഞെങ്കിൽ കുട്ടി മമ്മി എന്ന് വിളിക്കും. ശരിയാണോ തെറ്റാണോ? അപ്പൊ ഉമ്മ പറഞ്ഞു കൊടുക്കാത്ത ഒരു വാക്കും നമ്മുടെ മക്കൾ പഠിച്ചിട്ടില്ല. പിന്നീട് കുട്ടി ഉമ്മാന്ന് വിളിച്ചപ്പോ ഉമ്മ പറഞ്ഞു ഇതിന്റെ ബാപ്പ, ഇതാ ഒരു ചങ്ങാനെ കാണിച്ചിട്ട് പറയാ ഇതാണ് എന്റെ ബാപ്പ. ആ കുട്ടി ഇപ്പോഴും ആ ഉമ്മ കാണിച്ചു കൊടുത്ത ചങ്ങാനെ തന്നെയല്ലേ ബാപ്പ വിളിക്കുന്നത്. കുട്ടി DNA ടെസ്റ്റ് നടത്തിയിട്ട് എന്റെ ബപ്പ ഞാൻ നോക്കട്ടെ എന്ന് ഒരു കുട്ടി ഇതുവരെ പറഞ്ഞിട്ടുണ്ട്, ലോക ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഉമ്മ പറഞ്ഞു കൊടുത്ത സംഗതികൾ മാത്രമേ, ഉമ്മ പാടി കൊടുത്ത താരാട്ട് പാട്ടുകൾ കേട്ട് വളർന്ന ABCD ഉൾപ്പെടെ നമ്മളെല്ലാ സംഗതികളും ഉമ്മയും ഉപ്പയുമാണ് കുട്ടിയെ പഠിപ്പിച്ചത്. ശരിയാണോ? അങ്ങനെ കുട്ടിയുടെ വളർച്ചയിൽ, കുട്ടിയുടെ താളത്തിന്റെ ഏത് മേഖലയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ മനസ്സിലാക്കാൻ പറ്റിയിരുന്ന അമ്മയ്ക്ക് ഉമ്മയ്ക്ക് 12 വയസ്സുകാരൻ കഞ്ചാവ് വലിക്കുന്നത് എന്തേ മനസ്സിലാക്കാൻ കഴിയാതെ പോയി? എന്തേ കുട്ടിക്ക് പ്രണയം കുട്ടിയുടെ പ്രണയവും ഈ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോയി? അതിന്റെ അർത്ഥം നമ്മുടെ കുട്ടികൾ ഏതോ ഒരു ഘട്ടത്തിൽ ഈ ഉമ്മയിൽ നിന്ന് ബാപ്പയിൽ നിന്ന് അകന്നുപോയി. ശരിയാണോ തെറ്റാണോ? എപ്പോഴാണ് അകന്നുപോയത്? ഈ കുട്ടീനെ എപ്പോ സ്കൂളിൽ ചേർത്തിനോ അന്ന് അകന്നുപോയി. അതുവരെ കുട്ടി കാല് വെക്കുന്ന തട്ടിപ്പോയ കാലിരുന്ന കുട്ടിയെ താരാട്ട് പാടി സാരയിലടാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ബാപ്പ കുട്ടി സ്കൂളിൽ പോയി വന്നപ്പോ മാർക്ക് കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ, പഠിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ശരിയാണോ? ശരിയാണോ? ആ നിമിഷം മുതൽ കുട്ടി നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകന്നു വന്നു.
പാരുടെ മിസ്റ്റേക്ക്. അതുകൊണ്ട് ചൊട്ടയുടെ ശീലം ചൊട്ടലുണ്ട്. അപ്പൊ കുടുംബ ബന്ധത്തിനെ കുറിച്ചാണ് നിങ്ങളോട് പറയാനുള്ളത്. കുടുംബ ബന്ധം വളരെ വിശുദ്ധമാണ്. നിങ്ങളെ കുടുംബത്തിലാണോ ജീവിക്കുന്നത്? യെസ് ഓർ നോ? ഒന്നത് പറഞ്ഞോട്ടെ. യെസ്, വെരി ഗുഡ്. വാട്ട് ഈസ് കുടുംബം? എന്താണ് കുടുംബം എന്ന് പറഞ്ഞാൽ? പറഞ്ഞോളി. കൂടുമ്പോൾ കൂടുമ്പോൾ വ്യക്തമാട്ടോ. നിങ്ങളെത്ര അത്രല്ല? വെരി ഗുഡ്. ഞാൻ പറയാനല്ലേ ഇപ്പൊ കുടുംബം ഇപ്പൊ ഉണ്ടാകും. എന്താ ഈ നാട് നഷ്ടപ്പെട്ട നാടാട്ടോ. എനക്കോളെ കാണുന്നില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ കൂടുമ്പോ ഇമ്പല്ല, ഭൂകമ്പം. ശരിയാണോ തെറ്റാണോ? നമ്മള് വെറുതെ അളക്കുക. എനിക്ക് ഭയങ്കര കുറെ